ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കോക്കനട്ട് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുഡിംഗ് തയ്യാറാക്കാനുള്ള 3 കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ ചിരകി എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഈ തേങ്ങയിലേക്ക് 1.5 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. രണ്ട് കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ പാനിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലൊരു കട്ട പോലും ഇല്ലാതെ നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിലോട്ട് മാറ്റാം. കൈയെടുക്കാതെ ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടിയാവും. കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് 3 മുതൽ 4 മണിക്കൂർ വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. 4 മണിക്കൂറിന് ശേഷം പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് തേങ്ങ നമുക്ക് വറുത്തത് വെച്ച് കൊടുക്കാം. ഈ വേനൽക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇന്ന് തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.